ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റ സംരക്ഷണ നിയമങ്ങൾ അന്തിമമാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വരും ദിവസങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം AI ഇംപാക്ട് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഓൺലൈൻ ഗെയിമിംഗ് നിയമങ്ങൾ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരുമെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് നീക്കൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനിൽ വോട്ട് നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ 6000-ഓളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി നേരത്തെ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വിലക്കയറ്റത്തിൽ കേരളം രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തു നിന്നും PC വിഷ്ണുനാഥാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. പാൽ വില വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ മിൽമ വൈകാതെ സ്വീകരിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി J. ചിഞ്ചുറാണി. ക്ഷീര കർഷകർക്ക് പ്രയോജനമാകുന്ന വിധത്തിലായിരിക്കും വില വർധനയെന്നും സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ദേശീയപാതയോരങ്ങളിലെ പെട്രോളിയം ഔട്ട്ലെറ്റുകളിലെ ശൌചാലയങ്ങൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച് കേരള ഹൈക്കോടതി. പമ്പ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി സമയം വരെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നുമാണ് പരിഷ്കരിച്ച ഉത്തരവിൽ പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ പേജിലെ ചിത്രത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം തേടി. പുകവലിക്കുന്ന ചിത്രം നിയമപരമായ മുന്നറിയിപ്പുകളില്ലാതെ നൽകിയതിന് എതിരെയാണ് ഹർജി. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബ്ലൂ ടൈഡ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ കോൺക്ലേവിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് നാളെ കുട്ടനാട്ടിലെ കൈനകരിയിൽ തുടക്കം. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വള്ളംകളിയോടനുബന്ധിച്ച് കൈനകരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ജാവലിൻ താരം നീരജ് ചോപ്ര പുറത്ത്. 88.16 മീറ്റർ ദൂരമറിഞ്ഞ ട്രിനിഡാഡിന്റെ കിഷോൺ വാൾക്കോട്ടിനാണ് സ്വർണം. നീരജിന് 8ാം സ്ഥാനമാണ് ലഭിച്ചത്. സച്ചിൻ യാദവ് 4ാം സ്ഥാനം നേടി. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺസ് എന്ന നിലയിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 20 പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 16 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി TN പ്രതാപൻ. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരി ചുരം റോഡിലെ അപകടകരമായ കല്ലുകൾ ഉടൻ മാറ്റാൻ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. റോഡിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിന് സാധ്യതാ പഠനം നടത്താനും നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതിയായ UPS തിരഞ്ഞെടുക്കാനുള്ള സമയപരിധി ഈ മാസം 30 അവസാനിക്കും. അർഹരായ എല്ലാ ജീവനക്കാരും അപേക്ഷാ പ്രക്രിയ കൃത്യസമയത്ത് പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 320 പോയിന്റ് ഉയർന്ന് 83,014-ലും നിഫ്റ്റി 94 പോയിന്റ് നേട്ടത്തിൽ 25,424-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപ കുറഞ്ഞ് 81,520 രൂപയും ഗ്രാമിന് 11,190 രൂപയുമാണ് ഇന്നത്തെ വില. വിവിധ പരീക്ഷകളിലെ മത്സരാർത്ഥി പരിശോധനയ്ക്കായി AI അധിഷ്ഠിത ഫേഷ്യൽ ഓതന്റിക്കേഷൻ സാങ്കേതികവിദ്യ പരീക്ഷിക്കാനുള്ള പൈലറ്റ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കി UPSC. ഗുരുഗ്രാമിലെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലാണ് പൈലറ്റ് പ്രോഗ്രാം നടത്തിയത്. ഈ വർഷത്തെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ സുഗമമായി നടക്കുന്നതായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ചില കേന്ദ്രങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ മാസം 12 മുതൽ 129 നഗരങ്ങളിലായി ദിവസേന 3 ഷിഫ്റ്റുകളിലായി പരീക്ഷ നടന്നുവരുന്നതായും കമ്മീഷൻ അറിയിച്ചു. UN പട്ടികയിൽ ഉൾപ്പെട്ടതും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുമായ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ ത്വയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദും അഫ്ഗാൻ മണ്ണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ. അന്താരാഷ്ട്ര തലത്തിൽ നടപടി ആവശ്യമാണെന്നും ഇന്ത്യ UN രക്ഷാസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.